ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ചുക്കയാണ്. ഇത് പൊറോട്ട, ചപ്പാത്തി, നാൻ തുടങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ ഐറ്റംസിലേക്കും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റി സെമി ഗ്രേവി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ചുക്ക റെഡിയാക്കുന്നത് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ നല്ല വലുപ്പമുള്ള 3 വലിയുള്ളി അഥവാ സവാള കുറച്ച് ഓയിലിൽ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതാ കണ്ടോ, ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മളിത് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി ഇതേ സെയിം ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചില്ലേ ഉള്ളി, അതുപോലെ കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. പിന്നെ കുറച്ച് കൂടുതലായി തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടുതലായിട്ട് തന്നെ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ അത്ര എരിവ് കഴിക്കാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അതാണ് ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ ഈ മസാലകളും ഈ വറുത്ത ഉള്ളി എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെറും 1/4 ഗ്ലാസ് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ചിക്കന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം ഇത് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഫ്ലെയിം വളരെ സിമ്മിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഇത് ഇങ്ങനെ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇതാ കണ്ടോ, ചിക്കനിൽ നിന്നുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയും എല്ലാം ഇതിൽ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റുമാണ് ഈ ചിക്കൻ ചുക്കയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഐറ്റംസും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ചിക്കൻ ചുക്ക നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ റെസിപ്പീസിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മസാല കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിൽ ഒനിയൻ വറുത്തിട്ടതുകൊണ്ടും കാഷ്യും കിസ്മിസൊക്കെ ഇട്ടതുകൊണ്ട് സാധാരണ ചിക്കൻ ചുക്കയിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.